സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദന് സംഭവിച്ച മണ്ടത്തരം കേട്ട് ഇസബെല്ലയും അതുപോലെ കെവിനും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാരണം ദേവികയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് മാപ്പപേക്ഷിക്കാൻ നിന്ന നന്ദന് കിട്ടിയ നല്ലൊരു തിരിച്ചടി തന്നെയാണിത്. ഇതെങ്ങനെയെങ്കിലും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നന്ദനും ദേവികയും ഈ ഒറ്റ കാരണം കൊണ്ട് ബന്ധം ഉപേക്ഷിക്കാൻ കാരണമായേക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് തിരികൊളുത്തി കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളെന്ന് ഇസബെല്ലയാണെങ്കിൽ കെവിനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകണമെന്നും അവിടെ വെച്ച് സിദ്ധാർത്ഥൻ സാറിനെയും പ്രഭാവതിയും മാത്രമല്ല നന്ദനെയും കണ്ട് പല കാര്യങ്ങളിൽ തീരുമാനമെടുക്കണം. ദേവികയെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തിരി കൊളുത്തുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ടാണ് അവരിതിനെ കണക്കാക്കുന്നത്. അപ്പം വീണ് കിട്ടിയ ഈ സാഹചര്യം കൂടി ആയപ്പോഴത്തേക്കും അതൊന്നും ഉപയോഗപ്പെടുത്താൻ ശരിക്കും പറഞ്ഞാൽ ഇസബെല്ല പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ വൈകിട്ട് ചന്ദ്രോത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നന്ദനാകെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. ഋഷി കൊലപാതക കേസ് മറയ്ക്കാൻ ഇസബെല്ലയും അതുപോലെ ഡിവൈഎസ്പിയും കെവിനും ഒക്കെ സഹായിച്ചുവെങ്കിലും ഇത് പരസ്യമായി ആളുകൾ കണ്ടു. ഗിരീഷ് മാത്രമല്ല ഋഷിയുടെ കൂട്ടുകാരെല്ലാം ദേവികയുടെ അച്ഛൻ്റെ തലയിലേക്ക് നന്ദൻ വടി കൊണ്ടടിക്കുന്നത് കണ്ടു നിന്നവരാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവരെ ഒന്നും സ്വാധീനിക്കാൻ പറ്റില്ല. നിയമത്തിൻ്റെ വഴിയെ പോകുകയാണെങ്കിൽ നന്ദൻ അകത്താകുമെന്നുള്ള പേടിയിലാണ് പ്രഭാവതിയും അതുപോലെ നന്ദനും. തുടരെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ദേഷ്യത്തിൽ പ്രഭാവതിയാണെങ്കിൽ നന്ദനോട് കടുപ്പിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്ദൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അന്നേരം പ്രഭാവതിയാണെങ്കിൽ ഗിരീഷിനെ വിളിക്കുന്നുണ്ടായിരുന്നു. മാധവനിപ്പോൾ എങ്ങനെയുണ്ട്, അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മാധവേട്ടൻ്റെ കാര്യമൊന്നും പറയാറായിട്ടില്ല, ICUവിലാണെന്ന് ഗിരീഷ് പറയുന്നു. മാത്രമല്ല രജനിയോടൊന്നും തൽക്കാലം ഈ കാര്യം പറയേണ്ട, അവൾക്ക് സങ്കടമാകും. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് അധികം ടെൻഷൻ അടുപ്പിക്കാൻ പാടില്ലെന്നല്ലേ പറയുന്നത്. നന്ദൻ്റെയോ ദേവികയോടെ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അമിതമായിട്ട് ടെൻഷൻ അടിക്കുകയും അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അമ്മ രജനിയോട് ഈ കാര്യമൊന്നും പറയാൻ പോകണ്ടെന്ന് പറയുമ്പോൾ അത് ശരി വെക്കുന്നുണ്ട് പ്രഭാവതിയും. അപ്പം ബെല്ല ചോദിക്കുന്നുണ്ട്, ഇപ്പം മാധവേട്ടൻ എങ്ങനെയുണ്ടെന്ന് വല്ല കാര്യം അറിഞ്ഞോ? ശരിക്കും പറഞ്ഞാൽ നന്ദൻ അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു. ദേവിക പിണങ്ങിപ്പോയതിൻ്റെ പേരിൽ നന്ദൻ വല്ലാത്ത സങ്കടത്തിലായിരുന്നു. വീട്ടിലേക്ക് വന്നിരുന്നു. മാത്രമല്ല കെവിൻ്റെ വീട്ടിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തത്. അവൻ മദ്യപിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ പേരിൽ ഉണ്ടായ പ്രശ്നമാണെന്ന് പറയുമ്പം ഇസബെല്ലയോട് പ്രഭാവതി പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അവൻ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. അടുത്തിടെ ചന്ദ്രോത്ത് വീട്ടിൽ നന്ദൻ കാരണം ഉണ്ടായ പ്രശ്നങ്ങളെ ചൊല്ലി സിദ്ധു ആണെങ്കിൽ എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്നതിൻ്റെ പേരിനാണ് അവൻ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെയും കൂടി എന്നെ കുറ്റപ്പെടുത്തിയതേ ഉള്ളൂ. ഞാൻ എന്ത് വേണമെന്ന് എനിക്ക് തന്നെ അറിയില്ല മോളെ. എങ്ങനെയെങ്കിലും ദേവികയും നന്ദനും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർത്തേ പറ്റൂ. അതിനെനിക്ക് മോളുടെ സഹായം വേണം. മോള് സത്യങ്ങളെല്ലാം ദേവി മോളോട് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിക വിശ്വസിക്കും. ഒന്നുമില്ലെങ്കിൽ കെവിനും നിങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ചാണെന്നല്ലേ പറഞ്ഞത്. അപ്പം നന്ദൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ മോളെയും കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ബെല്ലയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചാലും നടക്കുമെന്ന് തോന്നില്ല ആൻറ്റി. കാരണം ദേവിക്ക് ഇപ്പം എന്നെ വിശ്വാസമില്ല. ഞാനും നന്ദനും തമ്മിൽ എന്തോ തെറ്റായ ബന്ധമാണെന്നാണ് അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. സൗഹൃദത്തെ പോലും സൗഹൃദമാക്കി മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പോലും ഇല്ലാത്ത MLA ആയി പോയല്ലോ. എന്തായാലും ഞാൻ അവളോട് വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷേ അവളുടെ അച്ഛനെ നന്ദൻ ഉപദ്രവിച്ച ഈ സാഹചര്യത്തിൽ അവളാണെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കത്തേ ഉള്ളൂ. ഞാൻ അവളോട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാലും കേൾക്കാനുള്ള ആ ക്ഷമയൊന്നും കാണില്ല. മുമ്പത്തെ ദേവികയല്ല ഇപ്പോഴത്തെ ദേവിക. MLA ആയതിനു ശേഷം അവൾക്ക് ഒരുപാട് മാറ്റമുണ്ടെന്ന് പറയുമ്പം കെവിൻ പറയുന്നു, അത് ബെല്ല പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട്. മുമ്പത്തെ ദേവിക വെറും ഒരു പഞ്ചപാവമായിരുന്നു. എന്ത് പറഞ്ഞാലും വിശ്വസിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ ദേവിക അധികാരവും പദവികളിലും കണ്ണ് മഞ്ഞളിച്ച ഒരു ദേവികയായിട്ടാണ് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുള്ളത് എന്ന് പറയുമ്പം അതൊക്കെ നിങ്ങളുടെ വേറൊരു തോന്നല. അവൾക്ക് യാതൊരു മാറ്റവും ഇല്ല. പിന്നെ അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. ഋഷിയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി ഒന്നിനു പിറകെ ഒന്നായിട്ട് നന്ദൻ ഓരോ മണ്ടത്തരം കാണിച്ചു വെച്ചു. അതിൻ്റെ പേരിൽ ദേവികയ്ക്കുണ്ടായ ആ വിഷമമാണ് ഇങ്ങനെയൊക്കെ തീർക്കുന്നത്. അല്ലാതെ ദേവിക മോള് വെറും ഒരു പാവ. അവളെപ്പോലൊരു പെൺകുട്ടിയെ നന്ദന് ഭാര്യയായിട്ട് കിട്ടിയത് നന്ദൻ്റെ ഭാഗ്യമാണെന്ന് എപ്പോഴും സിദ്ധു പറയും. അത് ശരിക്കും ശരി തന്നെയാണ്. അപ്പോഴാണെങ്കിൽ സിദ്ധു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇസബെല്ലയും കെവിനെയും ഒരുമിച്ച് കണ്ട സിദ്ധു ആണെങ്കിൽ അവരോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഒന്ന് കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. എനിക്ക് നന്ദനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. സത്യം പറ, എന്തിനു വേണ്ടിയിട്ടാണ് ബെല്ലയും നന്ദുവും കൂടി ആ റിസോർട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പോയത്? കെവിൻ പോലും കൂടെ ഇല്ലായിരുന്നല്ലോ. ബിസിനസ്സിൻ്റെ കാര്യമാണെന്നും പറഞ്ഞ് കള്ളം പറയാൻ നോക്കണ്ട. എന്താണെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞാൽ മതി എന്ന് പറയുന്ന സമയത്ത് ബെല്ല പറയുന്നു, ഞാനും നന്ദുവും പണ്ടേ ഇഷ്ടത്തിലായിരുന്നു.
ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്ന ആളാ ദേവിക. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോഴും നന്ദനെ ഇഷ്ടമാണ്. നന്ദനും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദേവിക നന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നത് കേട്ടിട്ട് സിദ്ധാർത്ഥനും പ്രഭാവതിയും ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. എന്തായാലും ബെല്ലയുടെ ആഗ്രഹം തുറന്നു പറയാൻ സമയമായിരിക്കുന്നു. കാത്തിരിക്കാം. ബെല്ലയ്ക്ക് സിദ്ധു കൊടുക്കുന്ന മറുപടിക്കായി.